യമനിലെ ഹൂത്തി വിമതർ നടത്തുന്ന ചെങ്കടൽ ഓപ്പറേഷനിൽ ഇസ്രായേലിന് മാത്രമല്ല ഇന്ത്യൻ ശതകോടീശ്വരന്മാർക്കും വമ്പൻ പണി കിട്ടിയതായുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖ ടെലികോം കമ്പനികളെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ നട്ടെല്ലായ സമുദ്രാന്തര കേബിളുകൾക്കാണ് ഹൂത്തികൾ വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. രാജ്യത്തെ അന്താരാഷ്ട്ര ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള 90%-ലേറെയും ചെങ്കടൽ വഴിയുള്ള കേബിളുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ വയറ്റത്തടിക്കുന്ന തരത്തിൽ ഇന്റർനെറ്റിന് ചെലവേറാനും ഇതിന് സാധ്യതയേറെയാണ്. രാജ്യത്തെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹൂത്തികൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ആഫ്രിക്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സമുദ്രപാത മാത്രമല്ല, പ്രധാന ഡിജിറ്റൽ ഇടനാഴി കൂടിയാണ് ചെങ്കടൽ. ഗൂഗിളിൻ്റെ ബ്ലൂ ലെമൺ, എയർടെലിൻ്റെ ടു ആഫ്രിക്ക, CMV6, റിലയൻസ് ജിയോയുടെ ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് തുടങ്ങിയ പ്രധാന അന്താരാഷ്ട്ര ഇന്റർനെറ്റ് കേബിളുകൾ ഈ മേഖല വഴിയാണ് മുംബൈയിലേക്കും ചെന്നൈയിലേക്കും എത്തുന്നത്. 2024 തുടക്കത്തിൽ ചെങ്കടലിനോട് ചേർന്ന ബാബുൽ മന്ദിബ് കടലിടുക്കിനോടടുത്ത് ഹൂത്തി ആക്രമണത്തിൽ 4 പ്രധാന കേബിളുകൾക്ക് വലിയ നാശം സംഭവിച്ചിരുന്നു. ശത്രു കപ്പലുകളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് സീകോം, EIG, AE1, TGNEA തുടങ്ങിയ കമ്പനികളുടെ കേബിൾ ശൃംഖലകളെ ബാധിച്ചത്. സംഭവത്തെ തുടർന്ന് ആഫ്രിക്ക, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടു. റിലയൻസ് ജിയോ, എയർടെൽ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്നിവയ്ക്ക് നിക്ഷേപമുള്ള കമ്പനികളാണ് ഇവയെല്ലാം. 2024 ഫെബ്രുവരിയിൽ ബെലീസ് പതാക വഹിച്ച MRV റൂബിമർ എന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത്. ആക്രമണത്തിനിടെയാണ് ഇന്റർനെറ്റ് കേബിളുകൾക്ക് നാശമുണ്ടായതെന്ന് US പ്രതിരോധ വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏഷ്യ യൂറോപ്പ് ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 25% സംഭവത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. എന്നാൽ തങ്ങൾ കേബിളുകളെ നേരിട്ട് ലക്ഷ്യമിട്ടിട്ടില്ലെന്നാണ് അന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടത്. യമൻ സായുധ സംഘം നേരിട്ട് ആക്രമിക്കുന്നില്ലെങ്കിലും അവരുടെ ആക്രമണങ്ങൾ ചെങ്കടലിലെ സമുദ്ര കേബിളുകൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ചെങ്കടലിൽ ഹൂത്തികൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിലേക്കും തിരിച്ചും ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് 2023 നവംബർ മുതൽ ഹൂത്തികളുടെ ആക്രമണം നടക്കുന്നത്. ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ഭീമൻ ചരക്ക് കപ്പലായ ഗാലക്സി ലീഡർ വ്യോമ ഓപ്പറേഷനിലൂടെ ഹൂത്തികൾ പിടിച്ചെടുത്തത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഈ കപ്പൽ ഇപ്പോഴും ഹൂത്തികളുടെ കസ്റ്റഡിയിലാണുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഹൂത്തികൾ ആക്രമിച്ച 2 ഗ്രീക്ക് കപ്പൽ ഉൾപ്പെടെ ഏതാനും കപ്പലുകൾ സംഘം കടലിൽ മുക്കിയിട്ടുമുണ്ട്. US സൈന്യത്തിന്റെ പടക്കപ്പൽ ഉൾപ്പെടെ നിരവധി കപ്പലുകൾ സംഘം മിസൈലുകളുമായി ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലേക്കുള്ള പ്രധാന ചരക്ക് ഗതാഗത പാതകളിലൊന്നായ ചെങ്കടൽ ഹൂത്തി ഭീഷണിയിലായതോടെ രാജ്യത്തെ തുറമുഖ വാണിജ്യ മേഖല വലിയ തോതിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഐലാത്ത് ഉൾപ്പെടെയുള്ള പ്രധാന തുറമുഖങ്ങൾ അടച്ചുപൂട്ടുമെന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങളെത്തി. ചെങ്കടലിലെ അസ്ഥിരമായ സാഹചര്യം ഇന്ത്യൻ ടെലികോം കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് കേബിൾ ഉടമകൾ ഇൻഷുറൻസ് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇതിനു പുറമെ അവയുടെ അറ്റകുറ്റപ്പണിക്കായി അയക്കുന്ന കപ്പലുകൾക്ക് നേരെയും ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും പണം ഈടാക്കിയാണ് കപ്പലുകളെ അവർ ചെങ്കടലിലേക്ക് കടത്തിവിടുന്നത് പോലും. കേബിൾ അറ്റകുറ്റപ്പണിക്കായി ഇന്ത്യക്ക് സ്വന്തമായി കപ്പലുകളില്ലാത്തതിനാൽ വിദേശ കപ്പലുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ഇത് ഇന്റർനെറ്റ് സേവനങ്ങളെ കാര്യമായി ബാധിക്കുന്നുമുണ്ട്. ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ്, ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് എന്നീ പേരുകളിൽ പുതിയ കേബിളുകൾ ഈ വർഷം ആദ്യത്തിൽ തുടങ്ങാൻ റിലയൻസ് ജിയോക്ക് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ മേഖലയിലെ അസ്ഥിരത കാരണം പദ്ധതി അനന്തമായി നീളുകയാണ്. 2025 തുടക്കത്തിൽ ചെന്നൈയെയും മുംബൈയെയും കണക്ട് ചെയ്ത് എയർടെൽ CMV6 എന്ന പേരിലുള്ള കേബിൾ ആരംഭിച്ചിരുന്നു. ഇത് കമ്പനിയുടെ ആഗോള ഇന്റർനെറ്റ് ശൃംഖലയെ വിപുലമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 11 കേബിൾ സംവിധാനങ്ങളിൽ എയർടെലിന് നിക്ഷേപമുണ്ട്. ഇതുകൂടാതെ 34 എണ്ണത്തിൽ കരാറുകളുമുണ്ട്. സമുദ്ര കേബിളുകൾ സുരക്ഷാ ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ കരമാർഗമുള്ള ബദൽ മാർഗങ്ങളെക്കുറിച്ച് ടെലികോം കമ്പനികൾ ഗൗരവത്തോടെ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പോലുള്ള കരസമുദ്ര സംയോജിത കേബിൾ പദ്ധതികൾ പരിഗണനയിലാണ്. ചെങ്കടലിനെ ഒഴിവാക്കി സുരക്ഷിതമായ കരമാർഗമുള്ള കേബിൾ ശൃംഖലകൾ സ്ഥാപിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചെങ്കടലിലെ പ്രതിസന്ധി ഡാറ്റാ സെന്ററുകൾക്കും ക്ലൗഡ് സേവനദാതാക്കൾക്കും വൻ ചെലവാണ് വരുത്തിവെക്കുന്നത്. ഇൻഷുറൻസ് ചെലവുകളും അറ്റകുറ്റപ്പണികൾക്കായുള്ള കപ്പലുകളുടെ അഭാവവും ബദൽ റൂട്ടുകൾ തേടേണ്ടി വരുമെന്നതുമെല്ലാം ഇന്ത്യൻ ടെലികോം കമ്പനികളെ സാമ്പത്തികമായി ബാധിച്ചിട്ടുണ്ട്.
നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്ന് കേബിളുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ ദേശീയ തലത്തിൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം കമ്പനികൾ ഉയർത്തുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യയുടെ സ്വന്തമായ കപ്പലുകൾ വേണം. മത്സ്യബന്ധന മേഖലകളിൽ നിന്ന് മാറി കേബിൾ കോറിഡോറുകൾ സ്ഥാപിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.